അമ്മാതിരി പെർഫോമൻസാ ഒറ്റക്ക്. പിന്നെ താങ്ക്സ് ടു തരുൺ മൂർത്തി, അയാൾക്ക് വലിയൊരു താങ്ക്സ്. അയാൾ ഇതേപോലെ ഒരു പടം പുള്ളിനെ കൊണ്ട് ജയിച്ചതിന്. തീ പാറി. ഇനി ടിക്കറ്റ് കിട്ടിയല്ല, ആ ഇനി പാരും മോഹൻലാൽ ഒറ്റക്ക് പാരും. കൊള്ളാം, അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. കോമഡി ആണെങ്കിലും എല്ലാം വർക്കായിട്ടുണ്ട്. ത്രില്ലറും ഉണ്ട്. നമ്മൾ തിയേറ്ററിൽ പിടിച്ചിരുത്തും. ആദ്യം ഒരു റൊമാൻസ്, ഒരു കോമഡി മൂഡിൽ പോയിട്ട് പടം മാറും. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ്, ഫാമിലിക്കും കാണാം. ആക്ഷൻ, ത്രില്ലർ എല്ലാം ഉണ്ട്. വളരെ മികച്ച സിനിമ. ഈ അടുത്ത് കണ്ട് മനസ്സ് നിറഞ്ഞ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സിനിമയാണ്. തരുൺമൂർത്തി അടിപൊളിയായിട്ട്. തരുൺമൂർത്തിക്ക് ബിഗ് സല്യൂട്ട്. മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് സംവിധായകൻ നമുക്ക് കാണിച്ചു തന്നു. കിടിലം പടം. ലാലേട്ടൻ ഭൂമിയിലേക്ക് ഇറങ്ങി അറിയാല, പിന്നെ പിടിച്ചാൽ കിട്ടൂല. കിടിലം പടം, മസ്റ്റ് വാച്ച്. ടിക്കറ്റ് കിട്ടൂല, വേഗം ബുക്ക് ചെയ്തു എല്ലാവരും. കുറച്ച് ഉറപ്പാണ് ഇത് ദൃശ്യത്തിൻ്റെ ഒക്കെ റെക്കോർഡ് താർക്കുന്നതിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പടം. ജെനുവിൻ റിവ്യൂ ആണ്. കട്ട ലാലേട്ടൻ ഫാൻ ആണെങ്കിലും പടം ഇഷ്ടമല്ലെങ്കിൽ ജെനുവിനായിട്ട് പറയാറുണ്ട്. പക്ഷേ ഈ പടം വേറെ ലെവലാണ്. ആ ഒരു ഫാമിലി കോംബോയും എല്ലാം അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന് ശേഷം വേറെ ലെവലിലോട്ടാണ് പടം പോയിട്ടുള്ളത്. എമ്പുരാനെക്കാട്ടൊക്കെ ടോപ്പ് പടമാണ്. നല്ല സ്റ്റോറി. എമ്പുരാനെതിരാണെങ്കിലും ഒന്നുമല്ല, അടിപൊളി പടം. ചേട്ടാ സെറ്റപ്പ് പടമാണ്, കാണണം. അടിപൊളി പടം. അയ്യോ അടിപൊളിയാണ്. മോഹൻലാലിന്റെ ഒക്കെ അഭിനയം എന്ത് രസമാണ്. കിടിലം പടം. മോഹൻലാലിനെ കണ്ട് സൂപ്പർ പടം, സൂപ്പർ. FIR സിനിമക്ക് ശേഷം കട്ട വില്ലനെ കണ്ടു നിന്നാണ്. സൂപ്പറാണ്. പിന്നല്ല അടിപൊളിയാണ്, എല്ലാവരും അടിപൊളിയാണ്. അടിപൊളി സിനിമ. മൊത്തത്തിൽ ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ വേറെ ഫിഗർ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ടായ സിനിമ. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന ടൈപ്പ് മൂവി ആയിട്ട് തോന്നി. ഫുള്ളി അടിപൊളി സിനിമ. ഫാമിലിക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വില്ലൻ ക്യാരക്ടർ. പുള്ളി ഫസ്റ്റ് ടൈം ഞാൻ കാണണേ, ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. ബട്ട് പുള്ളി അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ഒരു ഹെലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അഭിനയമായിരുന്നു. പടം ഡയറക്ഷൻ ഇഷ്ടപ്പെട്ടു, മോഹൻലാലിൻ്റെ ആക്ടിങ് ഇഷ്ടപ്പെട്ടു. എല്ലാം കാത്തിരുന്ന പടം. സോങ്സ് ഒക്കെ അടിപൊളിയാണ്. ഒന്ന് രണ്ട് സോങ്ങേ ഉള്ളൂ, പക്ഷേ മോഹൻലാൽ ഇടില്ല. പൊളി. ആരുമല്ല, ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒന്നുമല്ല, ഒരു നല്ല നായകൻ. ലോകമറിയുന്ന നായകനാണ്. എല്ലാവരും തള്ളി പറയല. ആരും ലാൽ സാറിനെ തള്ളി പറയല്ലേ. ഒറ്റ അപേക്ഷ, നിങ്ങൾ നശിച്ചു പോകും. ലാൽ സാറിനെ തള്ളി പറഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകും. അത്ര ഹീറോ